എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. PM കിസാൻ ഗുണഭോക്താക്കൾക്കുൾപ്പെടെയുള്ളവർക്കുള്ള അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ ഡേറ്റ് നീട്ടിയോ തുടർന്ന് ചെയ്താൽ വാലിഡ് ആകുമോ, ഇപ്പോഴും പെൻഡിംഗ് എന്ന് കാണിക്കുന്നത് എന്തുകൊണ്ട് തുടങ്ങിയവയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. PM കിസാനുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശകലനങ്ങളും ഓൺലൈൻ വീഡിയോകളും തുടർന്നും ലഭിക്കുന്നതിന് നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കേന്ദ്ര കൃഷി മന്ത്രാലയം സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന അഗ്രിസ്റ്റാക്ക് ഡേറ്റാബേസ് രജിസ്ട്രേഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ സുഗമമായി ലഭിക്കുന്നതിന് കർഷകൻ്റെയും കൃഷിഭൂമിയുടെയും വിവരങ്ങൾ ഡിജിറ്റലായി ശേഖരിച്ച് ഒരു ഡേറ്റാബേസ് രജിസ്ട്രി സൃഷ്ടിക്കുകയാണ് അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നതുമാണ്. ഇതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. PM കിസാൻ ഗുണഭോക്താക്കൾക്ക് വേണ്ടി മാത്രമല്ല അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നത്. PM കിസാൻ പോലെ തന്നെ വിള ഇൻഷുറൻസിനായുള്ള ഫസൽ ബീമ യോജന, വിവിധതരം സബ്സിഡികൾ, സൂക്ഷ്മ ജലസേചന പദ്ധതികൾ തുടങ്ങി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കൊക്കെ ഉള്ള ആനുകൂല്യങ്ങൾ തുടർന്നും ലഭിക്കണമെങ്കിൽ അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ നിർബന്ധമായും ചെയ്തിരിക്കേണ്ടതാണ്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഈ ആനുകൂല്യങ്ങളൊക്കെ തുടർന്ന് ലഭിക്കുന്നതിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും ഇനി അപേക്ഷിക്കാനുള്ളവരും അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ നിർബന്ധമായും ചെയ്തിരിക്കണം. അതുപോലെ തന്നെയാണ് PM കിസാൻ ഗുണഭോക്താക്കൾക്കും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇനി അപേക്ഷിക്കാനുള്ള പുതിയ ഗുണഭോക്താക്കൾക്കും അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ നിർബന്ധമായും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ ഇവിടെ അവസാനിക്കുന്നില്ല. തുടർന്നും നമുക്ക് ആ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇന്നും PM കിസാൻ ഗുണഭോക്താവിൻ്റെ രജിസ്ട്രേഷൻ അഗ്രിസ്റ്റാക്കിൽ ചെയ്യുകയുണ്ടായി. തുടർന്ന് അങ്ങോട്ടും ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെയാണ് അറിയുന്നത്. ഇത് വാലിഡാണ്, തുടർന്ന് ചെയ്യുന്നതും വാലിഡ് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയം വരാം. ജൂലൈ 31 അവസാന തീയതിയായി പ്രഖ്യാപിച്ചിരുന്നത് എന്തിനാണ് എന്നൊരു സംശയം വരാം. അതിന് കാരണം PM കിസാൻ പോലെയുള്ള ഗുണഭോക്താക്കൾ ജൂലൈ 31 പെട്ടെന്ന് ചെയ്തു തീർക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഡേറ്റ് പ്രഖ്യാപിച്ചിരുന്നതാണ് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. PM കിസാൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് അടുത്ത ഗഡു തൊട്ടടുത്ത ദിവസം ഓഗസ്റ്റ് 2 എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. ആ ഡേറ്റിന് മുമ്പ്, ജൂലൈ 31 മുമ്പ് എല്ലാവരും ചെയ്യാൻ വേണ്ടി ഇങ്ങനൊരു ഡേറ്റ് പ്രഖ്യാപിച്ചിരുന്നതാണ്. തുടർന്ന് ആനുകൂല്യം ലഭിക്കുന്നതിന് ഇപ്പോഴത്തെ ഗഡുവിനെ ബാധിച്ചില്ലെങ്കിലും തുടർന്ന് വരുന്ന ഗഡുക്കൾ ലഭിക്കണമെങ്കിൽ അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ നിർബന്ധമായും PM കിസാൻ ഗുണഭോക്താക്കൾ ചെയ്യേണ്ടുന്നതാണ്. അതുകൊണ്ട് PM കിസാൻ ഗുണഭോക്താക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ ഇപ്പോഴും ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ടുള്ളൊരു സംശയം, ഇത് പെൻഡിംഗ് എന്ന് കാണിക്കുന്നു, അപ്രൂവൽ ആകുന്നില്ല എന്നുള്ളതാണ്. അതിന് 2 ഘട്ട വേരിഫിക്കേഷനുണ്ട്. അത് നേരത്തെ പറഞ്ഞിരുന്നതാണ്. ആദ്യത്തേത് റവന്യൂ തലത്തിലും വില്ലേജ് ഓഫീസ് തലത്തിലും പിന്നീട് കൃഷിഭവൻ തലത്തിലും, ഈ 2 തലത്തിലുള്ള വെരിഫിക്കേഷനും പൂർത്തിയായെങ്കിൽ മാത്രമേ ഇത് അപ്രൂവ് ആവുകയും തുടർന്ന് രജിസ്ട്രേഷൻ IDയും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യുകയുള്ളൂ. വില്ലേജ് തലത്തിലൊക്കെ വെരിഫിക്കേഷൻ നടപടികൾ തുടങ്ങുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഈ രജിസ്ട്രേഷൻ നടപടികളൊക്കെ കംപ്ലീറ്റായി വരാൻ കുറച്ചുകൂടി സമയമെടുക്കും എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ ഇപ്പോഴും ചെയ്യാം, തുടർന്നും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.